ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ലൈഫാണോ നിങ്ങളിപ്പോൾ ജീവിക്കണേ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടോ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്നില്ലല്ലോ? ബാക്കിയുള്ളവർ എത്ര എഫേർട്ട്ലെസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ, മണി ആയിക്കോട്ടെ, ലവ് ആയിക്കോട്ടെ, പെട്ടെന്ന് നേടിയെടുക്കണേ. അപ്പോൾ അതെങ്ങനെ സംഭവിക്കണേ? അത് ശരിക്കും ഒരു മാജിക് ഒന്നല്ല, അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റാണ്. ശരിക്കും അത് ലോ ഓഫ് അട്രാക്ഷനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയാണ് പറയണേ. എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ആ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യുക, അതെങ്ങനെ നമ്മൾ നേടിയെടുക്കുക എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്. എന്താ മെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾക്ക് ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. നമ്മുടെ ഇടയിലുള്ള കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഏത് നേരെ നോക്കിയാലും പറയും എനിക്കൊന്നുമില്ല, എനിക്ക് പൈസ ഇല്ല, എനിക്ക് വീടില്ല, എനിക്കൊരു ജോലി ഇല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് എന്താ അവർക്ക് ഇങ്ങനെ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. അവർക്ക് എന്താണോ ഇല്ലയെന്ന് അവർ പറയണേ അത് തന്നെ പിന്നെയും ഇല്ലാണ്ടാവുകയും ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഒരു കാര്യം പറയണേ, അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഡ്രീം ഇതാണ്, നമ്മളിത് അച്ചീവ് ചെയ്യാൻ പോവുകയാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡും നമ്മുടെ ബോഡിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു സംഭവം എന്താണോ നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്നത് അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കും. ശരിക്കും കുറച്ച് കാലം മുമ്പത്തെ ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതായത് എനിക്ക് ജോലിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലങ്ങനെ ഇരുന്ന് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് തോട്ട്സാണ് വന്നിരുന്നത്. പൈസ ഇല്ല, ഒന്നുമില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ കൊള്ളില്ലാണ്ടായിപ്പോയി, അങ്ങനെയൊക്കെയുള്ള ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു നല്ലോണം. പിന്നെ നമ്മളത് മാറ്റി ചിന്തിച്ചപ്പോഴാണ് ശരിക്കും എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വന്നു തുടങ്ങിയത്. ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറില്ല നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്, നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് തന്നിട്ടുള്ളത്, അതിൽ നമ്മൾ നന്ദി പറയുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. നമ്മളില്ലാത്ത എന്താണോ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കാറ്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ മെയിനായിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക. അതായത് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണതാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ആയിക്കോട്ടെ, വെൽത്ത് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ എന്താണോ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിലേക്കാണോ ആഗ്രഹിക്കുന്നത് അത് നമുക്കിങ്ങനെ കുറേശ്ശെ ആയിട്ട് കിട്ടിത്തുടങ്ങാൻ തോന്നും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അല്ലേ, നിങ്ങൾക്ക് ഒരു പണി എടുക്കാണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മാത്രം അത് കിട്ടുമല്ലേ എന്നുള്ളത് തോന്നുന്നുണ്ടാവും അല്ലേ? ശരിക്കും അങ്ങനെയല്ല അത്. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മുടെ ബോഡി, നമ്മൾ ചെയ്യണ കാര്യങ്ങൾ, നമ്മുടെ ഇമോഷൻസ് എല്ലാം അതായിട്ട് അലണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ശരിക്കും എല്ലാവരും ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഫെയിലായി പോണതിൻ്റെ മെയിൻ റീസൺ അതാണ്. നമ്മൾ ചുമ്മാ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പോരാ, നമ്മൾ അതിനെടുക്കുന്ന ആക്ഷൻസ് അതായിട്ട് മാച്ച് ചെയ്തായിരിക്കണം. എന്നാൽ മാത്രമാണ് സക്സസ് ആവുള്ളൂ. നമുക്കിനി ലോ ഓഫ് അട്രാക്ഷൻ്റെ 4 കോർ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആസ്ക്. അതായത് നമ്മൾ ആവശ്യപ്പെടണം, നമുക്ക് എന്താണ് വേണ്ടത്. ബി ക്ലിയർ വാട്ട് യു വാണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് നേടിയെടുക്കണ്ടേ, അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ ലൈഫിൽ ജീവിച്ച് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്കൊരു കറക്റ്റായിട്ടൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൈസയാണ് വേണ്ടത്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് വേണ്ടത്, അപ്പോൾ അതാണ് നിങ്ങളുടെ ആഗ്രഹം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ സക്സസ്ഫുൾ ആവണം, അപ്പോൾ അതാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, ഇപ്പോൾ ജോലിയാണ്, കരിയറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷനാണ്, എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു കറക്റ്റായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിലീഫാണ്. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് നിറവേറ്റാൻ സാധിക്കും, നമുക്കത് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടത് പറ്റും എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ വിശ്വസിക്കുക. ഇപ്പോൾ നമുക്കൊരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പായിട്ടും ഉറച്ച് വിശ്വസിക്കണം. അതായത് അയ്യോ നടക്കൂലേ, അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് നമുക്ക് കിട്ടുമോ, നമുക്ക് അതിനുള്ള ഭാഗ്യം നമുക്കുണ്ടോ, അങ്ങനെയുള്ള രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് ഇറക്കം കൺഫ്യൂസ് ആയിപ്പോവും. അവൾക്ക് നടത്തി കൊടുക്കണോ വേണ്ടാലേ, അവൾക്ക് തന്നെ അത് കൺഫ്യൂഷനാണ്, അപ്പോൾ നടത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ളൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത് നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ കുറച്ച് വിശ്വസിക്കാം. ബിലീഫ് എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം, അപ്പോൾ ഞാനിങ്ങനെ ഓക്കെ ലോ ഓഫ് അട്രാക്ഷനല്ലേ, അപ്പോൾ ഒന്ന് പരീക്ഷ നോക്കാം, ചിലപ്പോൾ പൈസ കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് പരീക്ഷ നോക്കുകയാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ നമുക്കൊരു വിശ്വാസമില്ല, എന്തോ നടക്കും, അതുകൊണ്ട് ഞാനും കൂടി ഒന്ന് നോക്കി നോക്കാം, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ അതായത് അങ്ങനെയല്ല ബിലീഫ് എന്ന് പറയുന്നത്. നമുക്കൊരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട്, നമ്മൾ അതിലാണ് വിശ്വസിക്കേണ്ടത്, അതാണ് നമുക്ക് കിട്ടിച്ചേരുന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്.
പിന്നെ തേർഡ്, അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ വിഷ്വലൈസേഷനെ പറ്റി കുറച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇവിടെ പറയാം. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലുള്ള എന്താണോ നമുക്ക് ആഗ്രഹം അതിന് നമ്മൾ അത് ഓൾറെഡി കിട്ടിയ പോലെ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു കാര്യം നടക്കണം, അത് നമുക്കൊരു കാറ് വാങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് ഓൾറെഡി ആ കാറ് ഉണ്ട് എന്നുള്ള പോലെ ഞാനത് വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പണമാണ് വേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ഫിറ്റ് ബോഡിയാണ് വേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഉള്ള പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ കുറേ കടമൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർ എല്ലാ കടമൊക്കെ മാറി ഒന്ന് സെറ്റിലായി ഒന്ന് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുള്ള പോലെ വിഷ്വലൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന പോലെ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും ആ പ്രോബ്ലമൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളതിൽ എന്തായാലും വിശ്വസിക്കണം. ഇപ്പോൾ ഞാൻ കാലത്ത് എണീറ്റിട്ട് ഞാനിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം, ഞാൻ എൻ്റെ ജോബിൽ ഇന്ന പൊസിഷനിലെത്തി, എന്നിട്ട് ഞാൻ കൂടെ തന്നെ ഞാൻ വീണ്ടും ചിന്തിക്കുകയാണ്, പിന്നെ അതൊക്കെ നടന്നാൽ എന്നെ വലിയ കോമഡി എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വിഷ്വലൈസ് ചെയ്ത് നടക്കില്ല. അതായത് നമ്മളതിൽ കിട്ടി എന്നുള്ള പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ വേണം, അതിൽ നമുക്ക് വിശ്വാസം വേണം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷനാണ്. നമ്മൾ ചുമ്മാ വെറുതെ ആഗ്രഹിച്ച് വിശ്വസിച്ച് അതിനെ വിഷ്വലൈസ് ചെയ്തിരുന്നാൽ മാത്രം പോരാ, നമ്മൾ അതിനുള്ള സ്റ്റെപ്പ് എടുക്കണം. നമുക്ക് എന്താ ആഗ്രഹം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം, അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അല്ലാതെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നിട്ട് കുറേയൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചും വിഷ്വലൈസ് ചെയ്തും ചുമ്മാ വെറുതെ ഒന്നും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നമുക്ക് എന്തെങ്കിലും നമുക്ക് ദൈവം അല്ലെങ്കിൽ നമുക്ക് വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സ് എന്തെങ്കിലും നമുക്ക് തരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തുള്ള എഫേർട്ട് നമ്മൾ ഇട്ടാലല്ലേ നമുക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും തരുള്ളൂ. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ടെ, നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടെ. അതായത് എനിക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എനിക്ക് ജോലിയില്ല, എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി സെറ്റാണ്. ഞാൻ ഇത് ഓൾറെഡി എനിക്ക് കിട്ടേണ്ട ജോബാണ് എന്നുള്ള വിശ്വാസം എനിക്ക് നല്ലതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ജോലിയിൽ ഞാൻ വർക്ക് ചെയ്യണ പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അങ്ങനെ കാണുന്നുണ്ട് എന്നിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് എടുക്കേണ്ട സ്റ്റെപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ പോയിക്കണേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു പേടി ഉണ്ടാവില്ല. നമ്മളൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എനിക്ക് ആ ജോബ് ഉള്ളതാണ്, അതാണ് എൻ്റെ ജോബ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് പേടിക്കാൻ എന്താ ഉള്ളത്? അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്കാവണേ. അപ്പോൾ ഇതൊക്കെ നടക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമുക്ക് എന്തൊക്കെ ദൈവം തന്നിട്ടുണ്ടോ, ഇപ്പോൾ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് നമ്മുടെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ആരാണോ ആ ശക്തി നമുക്ക് തന്നിട്ടുണ്ടോ അതിൽ നമ്മളെപ്പോഴും നന്ദി പറയണം. ഇല്ലാത്തത് വിഷമിച്ചിരിക്കുക മാത്രമല്ലാതെ നമ്മൾക്കുള്ളതിൽ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അത് എക്സ്പ്രസ് ചെയ്യണം. ആ നന്ദി നമ്മളെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കാലത്ത് എണീറ്റ് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന് നന്ദി പറയാം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ നല്ല ഫുഡ് കഴിക്കുമ്പോൾ ആ ഫുഡിന് നമുക്ക് നന്ദി പറയാം. അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്കുണ്ട് അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. ആ നന്ദി പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ കുറേയൊക്കെ വ്യത്യാസം വരും. സീരിയസ്ലി എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണതാണ്. ശരിക്കും ആ നന്ദി പറയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്തൊക്കെയോ ലൈഫിൽ ഉണ്ട്, നമ്മളൊന്നും ഇല്ലാത്തവരല്ല എന്നുള്ള ഫീൽ നമുക്ക് കിട്ടും. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ വിശ്വസിച്ച് തുടങ്ങിയതും ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീനിൽ അതിൻ്റെതായ ചേഞ്ചസ് കൊണ്ടുവന്നപ്പോഴും എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറച്ച് വഴികൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നെങ്കിൽ നമ്മൾ മനസ്സിൽ നമ്മളോട് തന്നെ പറയുക, അല്ലെങ്കിൽ ജേർണലിങ് പോലെ നമ്മൾ ഒരു ദിവസം എണീറ്റിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു 3 കാര്യം നമ്മൾ ഇന്ന് നന്ദി പറയേണ്ട 3 കാര്യം നമുക്ക് എന്താണുള്ളത് അതൊന്ന് എഴുതി വെക്കുക. പിന്നെ അതുപോലെ തന്നെ അഫർമേഷൻസ് നമ്മളായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളോട് തന്നെ പറയാം. ഒന്നെങ്കിൽ മിറർ നോക്കിയിട്ട് പറയാം. അത് ഞാൻ ആ മോർണിംഗ് റൂട്ടീൻ്റെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളത്. അപ്പോൾ അഫർമേഷൻസ് ഒരു ബെസ്റ്റ് വേ ഓഫ് ദിസ് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് കിട്ടിയ പോലെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ലാസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ടോക്സ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് നെഗറ്റീവായിട്ട് ഒന്നും വേണ്ടതേ. ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഇല്ലാണ്ടായി പോവും. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ എൻ്റെ ലൈഫിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കൊണ്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ പോയിട്ട് നമുക്ക് 1 കോടി രൂപ വേണം, നമുക്ക് വലിയ വീട് വേണം, കാറ് വേണം, അങ്ങനെയൊന്നും ചിന്തിക്കാതെ നമുക്ക് എന്താണോ കുഞ്ഞു ആഗ്രഹങ്ങൾ ആദ്യം നടക്കുമെന്ന് നോക്കി നോക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു ഐസ്ക്രീം കിട്ടണം, ഒരു ബിരിയാണി കിട്ടണം, അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നോക്കാം.
അങ്ങനെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നടക്കുമ്പോൾ നല്ലൊരു ഫീൽ അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് വലിയ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. പിന്നെ പെട്ടെന്ന് എല്ലാം കിട്ടണം എന്ന് ഇതൊന്നും വർക്കാവണമൊന്നുമില്ല, ഞാൻ ഇത് കുറേ ആഗ്രഹിച്ചു, ഞാൻ കുറേ പണിയെടുത്തു, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനെയും വിചാരിക്കേണ്ട. കുറച്ച് നമ്മൾ ക്ഷമിക്കാം, എന്നിട്ട് പതുക്കെ നമുക്ക് നേടിയെടുക്കാം. നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നോ അതിനനുസരിച്ചുള്ള ആക്ഷൻസ് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുക്കുക. നമ്മുടെ ബോഡി, നമ്മുടെ ഇമോഷൻസ് ഒക്കെ അതായിട്ട് സെറ്റായിട്ട് കൊണ്ടുവരിക. അതൊക്കെ നിർബന്ധമായിട്ട് വേണം. നമ്മൾ കുറച്ച് ക്ഷമിക്കുക, അതിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക. അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ മെയിൻ പറയുന്നത്. വൺസ് ഇത് നിങ്ങളുടെ ലൈഫിൽ വർക്കായി തുടങ്ങിയാലുണ്ടല്ലോ, നിങ്ങളുടെ ലൈഫ് ശരിക്കും മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.